ഹലോ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു ചുമട്ടുകാരനും മകനും ഒരു കഴുതയുടെ കയർ പിടിച്ച് പട്ടണത്തിൽ നിന്ന് വരികയായിരുന്നു. അത് കണ്ട് തെരുവിലുണ്ടായിരുന്ന ചിലർ തമാശയായി പറഞ്ഞു, കണ്ടോ, കഴുതയുണ്ടായിട്ടും അച്ഛനും മകനും അതാ നടന്നു പോകുന്നു, അത്ഭുതം തന്നെ. ഉടനെ അച്ഛൻ മകനെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി യാത്ര തുടർന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ഗ്രാമത്തിലുള്ള ചിലർ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വയസ്സായ അച്ഛനെ നടത്തിച്ച് മകൻ ദേ കഴുതപ്പുറത്ത് സുഖമായി ഇരിക്കുന്നു. ഇത് കേട്ട മകൻ താഴെ ഇറങ്ങി അച്ഛനെ കഴുതപ്പുറത്ത് കയറ്റി യാത്ര തുടർന്നു. അങ്ങനെ പാതി വഴിയിലെത്തിയപ്പോൾ ഒരു കച്ചവടക്കാരൻ അവരെ പരിഹസിച്ചു. മകനെ നടത്തിച്ച് അച്ഛൻ കഴുതപ്പുറത്ത് വിശ്രമിക്കുന്നു പറഞ്ഞു. ഇത് കേട്ട അച്ഛൻ കുറച്ചു നേരം ആലോചിച്ച് മകനെ കൂടി കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി യാത്ര തുടർന്നു. അങ്ങനെ അവർ ഒരു നദിക്കരയിലെത്തിയപ്പോൾ ആളുകൾ അവരെ കളിയാക്കി. നോക്കൂ, ആ മെലിഞ്ഞ കഴുതയുടെ പുറത്ത് അച്ഛനും മകനും കയറിയിരുന്ന് യാത്ര ചെയ്യുന്നു. കഴുത ഇപ്പോൾ ചാവും, തീർച്ച. കണ്ടുകൊണ്ട് നിന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഈ മൃഗത്തെ പീഡിപ്പിക്കുന്നതിന് നിങ്ങൾ പിഴയടക്കേണ്ടി വരും. അച്ഛനും മകനും കഴുതപ്പുറത്ത് നിന്നിറങ്ങി. അവസാനം ആ കഴുതയുടെ കാലുകൾ കൂട്ടിക്കെട്ടി അതിനെ ചുമലിലേറ്റി നടന്നു. ഇത് കണ്ട ആളുകൾ പൊട്ടിച്ചിരിച്ചു. കഴുതയ്ക്ക് ആ യാത്ര സുഖകരമായിരുന്നില്ല. അത് പിടഞ്ഞ് അവസാനം കെട്ടഴിഞ്ഞ് അത് തൊട്ടടുത്തുള്ള ഒരു പുഴയിലേക്ക് വീണു. അങ്ങനെ ആ പുഴയിലെ ഒഴുക്കിൽ ആ കഴുതയെ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ നിന്നതിനാൽ അവർക്ക് അവരുടെ കഴുതയെ നഷ്ടമായി. ഇതിൽ ചുമട്ടുകാരനും മകനും ഒരു ഉറച്ച തീരുമാനമില്ലായിരുന്നു. അവർക്ക് ഒരു ഉറച്ച തീരുമാനവും ബുദ്ധിയും ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളെ പരിഹസിച്ചവരോട് അതിന് തക്കതായ മറുപടി പറഞ്ഞ് അവർ മുന്നോട്ട് നീങ്ങുമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിരിക്കാതെ സ്വന്തം മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നുപോയവരെ ലോകം വിഡ്ഢികൾ എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി നമ്മൾ മറ്റൊരാളോട് ചോദിച്ചാൽ നമുക്ക് വഴി തെറ്റിപ്പോവും. കാരണം നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയുന്നതുപോലെ മറ്റൊരാൾക്കറിയില്ല. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഉറച്ച തീരുമാനവും ഉറച്ച മനസ്സും അതിനു വേണ്ടിയുള്ള പ്രയത്നവുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ചുറ്റും നിൽക്കുന്നവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിക്കേണ്ടതായിട്ടില്ല. നമുക്കെല്ലാം കേൾക്കാം, അത് നമുക്കുചിതമായത് ചെയ്യാൻ പഠിക്കണം. അങ്ങനെയല്ലാത്തവർ ജീവിതത്തിൽ തോറ്റുപോകുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ ഓൾ.